ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പോകുന്നു. നാം എത്രമാത്രം വേദനിച്ച അവസ്ഥയിലാണ് എങ്കിലും, എത്രമാത്രം ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, എത്രമാത്രം പ്രതീക്ഷകൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിലും, പ്രാർത്ഥനയുടെ ശക്തി അത് സ്വർഗം വരെ എത്തുന്ന അത്രമാത്രം വലുതാണ്. അതിനാൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കർത്താവ് നേരിട്ട് ഇടപെട്ട് അവിടുന്ന് അത് കേൾക്കുന്നു, നിങ്ങളെ സഹായിക്കുന്നു. അതിനാൽ നിങ്ങൾ ഭാരപ്പെടരുത്. ഏത് പ്രശ്നം വന്നാലും തകരാൻ പാടില്ല. പ്രാർത്ഥനയിലൂടെ അതിനെ നേരിടുക. പ്രാർത്ഥനയുടെ ശക്തി ഏറ്റവും വലിയ ശക്തിയാണ്. ഈ ലോകത്തിൽ ഏത് കാര്യം സാധിക്കുന്നതിനും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് സാധിച്ചു തരും എന്ന് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നത് നടന്നിരിക്കും. കർത്താവ് ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ ഉയർത്താൻ പോകുന്നു. ദൈവത്തെ അനുസരിക്കുന്ന എല്ലാവരുടെയും പ്രതിഫലം ഉന്നതമാണ്. അത് എല്ലാവരും കാണാൻ കർത്താവ് ഇടവരുത്തുന്നതാണ്. അതിനാൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ഇന്നത്തെ ദിവസം അവിടുത്തെ സന്നിധിയിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും നേടാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം, ഇന്ന് മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കാം, ജോലിയിലുള്ള ദുഃഖത്തെ സമർപ്പിക്കാം, ഒരു ജോലി കിട്ടാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ലേബർ റൂമിൽ അഡ്മിറ്റാക്കിയിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ മാസം പ്രസവത്തിന് ഡേറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരിയായി സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് സ്വന്തം ഭവനം നൽകി അനുഗ്രഹിക്കും. സ്വന്തമായി ഭവനമില്ലാത്ത എല്ലാവരുടെയും കണ്ണുനീർ കർത്താവ് കണ്ടിരിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് കയറി താമസിക്കുവാൻ സുരക്ഷിതമായ ഒരു ഭവനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് ദൈവം നമ്മെ സഹായിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനെ സമീപിക്കരുത്. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുന്നേ നടക്കുവിൻ എന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുമുണ്ട് എന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത്, ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം നടത്തും. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം കർത്താവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്
ദൈവവുമായുള്ള നമ്മുടെ അനുരഞ്ജനത്തിന് കാരണമായ, നമ്മുടെ രമ്യതയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിൻ്റെ തിരുബലിയിലൂടെ, തിരുച്ചോരയിലൂടെ നേടിയെടുത്ത യോഗ്യതകളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി നേടാൻ കഴിയാത്തതായി ഒന്നും ഈ ലോകത്തിലില്ല. അതിനാൽ മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ, ജോലി നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ, ജോലിയിൽ ഉള്ള പരിഹാസമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നിങ്ങളെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള അധികാരികളുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേദനിക്കുന്ന ഹൃദയവുമായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ. നിന്റെ വാഗ്ദാനങ്ങൾ അനുസരിക്കുന്ന, നിന്റെ വഴിയെ നടക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാവരും കാണുക, നീ ഇവർക്ക് ഉയർച്ച നൽകണമേ, അഭിവൃദ്ധി നൽകണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ വിശുദ്ധീകരിച്ച് ദൈവം ഞങ്ങളുടെ ഇടയിൽ നടത്തുന്ന അത്ഭുതങ്ങളെ കാണാൻ ഇന്ന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ പോകാത്ത വഴികൾ, ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരുന്ന ദൈവമേ, ഞങ്ങൾ ഏത് വഴി പോകണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയുന്നില്ല. എന്നാൽ നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾക്ക് പുതിയ വഴി തുറന്ന്, അനുഗ്രഹങ്ങളുടെ വഴി തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പോകുന്ന ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു, ജോലി നഷ്ടമാകാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു, ജോലിയിൽ യാതൊരു സുരക്ഷിതത്വമില്ലായ്മ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കണ്ണുനീർ നീ ഒപ്പണമേ. ഇവരുടെ മധ്യത്തിൽ നീ ഇന്ന് അത്ഭുതങ്ങൾ നടത്തണമേ. ഇവരുടെ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. എൻ്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു തരണമേ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കരുണ തോന്നി ഇവരെ നോക്കണമേ. സുരക്ഷിതമായ ഒരു ഭവനത്തിൽ കിടന്നുറങ്ങാൻ, സ്വന്തമായ ഒരു ഭവനത്തിൽ, ദൈവം വസിക്കുന്ന ഒരു ഭവനത്തിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ നൽകുന്ന ഭവനത്തെ കണ്ട് എല്ലാവരും നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും അതിൽ താമസിക്കുന്ന ഓരോരുത്തരും ജീവിതകാലം മുഴുവനും നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടതിന് നല്ല കെട്ടുറപ്പുള്ള നല്ല ഒരു ഭവനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അവർ അയച്ചു തരുന്ന ആയിരക്കണക്കിന് നിയോഗങ്ങളെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പരീക്ഷയെ എളുപ്പമാക്കണമേ. മക്കളുടെ വിവാഹത്തിന് തടസ്സം മാറ്റണമേ. ജോലി മേഖലയിൽ ഉള്ള ദുഃഖം അവിടുന്ന് എടുത്തു മാറ്റി ജോലിയിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ. ബിസിനസ്സിൻ്റെ തകർച്ച മാറ്റി ബിസിനസ്സിൽ ഉയർച്ച നൽകണമേ. ആരോഗ്യ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി അവർക്ക് സൗഖ്യം നൽകണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ കൃപയുണ്ടാകണമേ. നിന്റെ കൈ പ്രവർത്തിക്കണമേ. നിന്റെ രക്ഷയുടെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് അവിടുന്ന് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകി നിങ്ങളുടെ മധ്യേ അവിടുന്ന് അത്ഭുതം നടത്തി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലയിലും അവിടെ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.